ഓൾറെഡി കണ്ടു കാണും. നമ്മളിപ്പോൾ ഒരു ക്യാമ്പിന് ക്യാമ്പല്ല ട്രെക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മേഘാലയ. അപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ വിട്ട ഒരു കാര്യമാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല, ഒരു കൂട്ടം സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് ട്രെക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് അല്ലേ? എല്ലാവരും ഈ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും പലർക്കും പല കഴിവുകളുണ്ടാവും അല്ലേ? അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഴിവേറിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കഴിവ് കൂടിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അയ്യോ, എൻ്റെ പേര് ഞാൻ മറന്നു. സോറി. അർപ്പിത ഒരു അടിപൊളി ഡൂഡ്ലിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഒന്ന് ഓപ്പൺ ചെയ്യാ. പതുക്കെ പോയത്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, എത്ര ടൈം എടുക്കുമായിരിക്കും? ട്രെയിനിൽ പോകുമ്പോഴാണോ കൂടുതലും മരിക്കുക? അടിപൊളി, ഇത് കൊള്ളാട്ടോ. ക്ലാസ്സില് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇതാണ് പരിപാടി. ഒരു ടീച്ചറിനോടാട്ടോ ഈ പറയണേ. സൈഡൊക്കെ കൊടുക്കണേ. ഓ, ഇതൊരു രക്ഷയില്ല കേട്ടോ. നല്ല 3D എഫക്റ്റ് കിട്ടുന്നുണ്ട്. നൈസ്. പഠിച്ചതാണോ അല്ലാണ്ട് പഠിച്ചിട്ടില്ല? ഡൂഡ്ലിംഗ് പഠിച്ച ഗൈസ്, ഡൂഡ്ലിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. സീൻ, വെറുതെ സീൻ മോനെ. ഫ്രണ്ട്സാ? അതാണ് ഞാൻ എന്നൊക്കെ. റൈറ്റ് പീപ്പിൾ ടിൽ ദി എൻഡ്. ഓ നൈസ്. അങ്ങനെ എന്നും ഉണ്ടാവട്ടെ. അയ്യവാ. ഓ സീൻ. ഇതെന്താ കളറൊക്കെ ചെയ്തിട്ട്? ഓക്കെ, ഇതെന്താ ഉദ്ദേശിച്ചേ? വാളാണോ? ഉദ്ദേശമൊന്നുമില്ല, അങ്ങോട്ട് കണ്ടപ്പോൾ ചെയ്തതാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി അർപ്പിത. രക്ഷയില്ല കേട്ടോ. ഇങ്ങനെയുള്ള കഴിവുകൾ വളർത്തണം. ഈ എന്തെങ്കിലും ചെയ്യാറൊക്കെ ഉണ്ടോ? കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല, ചുമ്മാ വരയ്ക്കും, അങ്ങനെ വെക്കും. എന്താ ചെയ്യാ? ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടി ഇനി കൂടുതൽ എന്താണ് ചെയ്യണമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാമോ ഗൈസ്? ഓക്കെ, അപ്പൊ അടിപൊളി.